സൗബിൻ ഷാഹിർ നവ്യ നായരെ അഭിനയിച്ച പാതിരാത്രി സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഒരു ഇൻ്റർവെൽ വരെ നല്ല ക്രൈം ത്രില്ലറൊക്കെ ആയിട്ട് പോയതാണ്. പക്ഷേ ഇൻ്റർവെൽ കഴിഞ്ഞ് പടം പറ്റെ ഫ്ലോപ്പായി പോയി. എന്ന് വെച്ചാൽ ഇൻ്റർവെൽ കഴിഞ്ഞ് പടം എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നുള്ളൊരു ലക്ഷണമായിട്ട് ഇൻ്റർവെൽ വരെ നവ്യ നായരൊക്കെ നല്ലപോലെ അഭിനയിച്ചു. സൗബിനും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇൻ്റർവെൽ കഴിഞ്ഞ് പഴയ ബാലാമണിയുടെ പ്രേതം നവ്യ നായരുടെ ദേഹത്ത് കയറി അസൽ ബാലാമണിയായി മാറി. സൗബിന് സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. ഇൻ്റർവെൽ കഴിഞ്ഞൊരു ബോറ് പടമായിട്ട് അവസാനം എങ്ങനെ അവരൊക്കെ എഴുതി വെച്ച് നമ്മൾ വിശ്വസിച്ചോണം എന്നുള്ളൊരു മട്ടായി കഥ. ഒരു ആവറേജിൽ താഴെ ഒരു മൂവി കേട്ടോ. ഇൻ്റർവെൽ ഒരു നല്ല ക്രൈം ത്രില്ലറായിട്ട് പോയി. എനിക്ക് ഇൻ്റർവെൽ വരെയൊക്കെ ഇഷ്ടപ്പെട്ടതാണ്. നല്ല ഹൈ റേഞ്ചിൽ നല്ല ലൊക്കേഷനും ഒക്കെ ആയിട്ടൊക്കെ അവിടെ മുന്നോട്ട് പോയതാണ്. പക്ഷേ ഇൻ്റർവെൽ കഴിഞ്ഞ് ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലേക്കായി പടം. ഒരു വൺ ടൈം വാച്ച് പോലും ഇല്ല, ഒരു ആവറേജ് മൂവി കേട്ടോ. പെർഫോമൻസ് ആണേലും ഞാൻ പറഞ്ഞ പോലെ തന്നെ സൗബിനൊന്നും ചെയ്യാനില്ല. അതാണ് മെയിൻ കാരണം. ഒരു വിശ്വസനീയമല്ലാത്ത ഒരു ക്ലൈമാക്സിലൊക്കെ കൊണ്ട് പടം തീർത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും എഴുതിയത് വിശ്വസിച്ചോണം, അങ്ങനെ ഒരു മട്ടിൽ പടം അവസാനിച്ചു. ഒരു ആവറേജ് മൂവി കേട്ടോ, പാതിരാത്രി.